ഹലോ. അപ്പോഴേ ഇന്ന് നമുക്ക് വൈകുന്നേരത്തേക്ക് ഒരു സാറ് എനിക്കൊരു 20 മുട്ടക്കറിക്ക് ഓർഡർ തന്നു. അപ്പം മുട്ടക്കറി മാത്രമല്ല പുള്ളിക്കാരന് വേണ്ടത്, അപ്പവും കൂടി വേണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അപ്പം എന്ന് വെച്ചാൽ ആ സമയത്തൊക്കെ ഒന്നും പറഞ്ഞാലൊന്നും കിട്ടിയൊന്നുമില്ല. എന്ന് വെച്ചാൽ ആ ഒരു ഉച്ച കഴിഞ്ഞ ശേഷമാണ് നമുക്ക് വന്ന് പറഞ്ഞത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞു, അപ്പം നിങ്ങൾ എവിടെ നിന്നെങ്കിലും വാങ്ങിച്ചോ, മുട്ടക്കറി ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയും. അപ്പോൾ ഞാൻ ചോദിച്ചു മുട്ട റോസ്റ്റ് വേണോ മുട്ടക്കറി വേണോ എന്ന് വെച്ചാൽ പറഞ്ഞു മുട്ടക്കറി മതി എന്ന് പറഞ്ഞു. കുറച്ച് ഗ്രേവിയൊക്കെ കൂടുതലും വേണമെന്നുള്ളത്. എന്നാൽ പിന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഈ ഒരു മുട്ടക്കറി ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാനും വിചാരിച്ചു. അപ്പോൾ അതേ നമ്മൾ ഉരുളിയൊക്കെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായപ്പോഴേക്കും ഞാൻ മറ്റേ ഏലക്കയില്ലേ, ഏലക്കയും പട്ടയും പിന്നെ സ്റ്റാറും അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് പൊട്ടി വരട്ടെ. അതിന് ശേഷം നമ്മളിതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എനിക്കാണെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അരക്കാനും സവാള അരിയാനൊക്കെ ഇച്ചിരി മടിയുണ്ട. പക്ഷേ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉച്ചയ്ക്ക് എടുത്തതിൻ്റെയൊക്കെ ബാക്കി ഇരിപ്പുണ്ടായത് കൊണ്ടിട്ട് എളുപ്പം തന്നെ നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കാനും പറ്റി. അപ്പം അതേ ഇഞ്ചി വെളുത്തുള്ളി ഇതേപോലെ നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടണം കേട്ടോ. പിന്നെ ചേച്ചിനെ കൊണ്ട് ഞാൻ കുറച്ച് സവാള അരിഞ്ഞ് വെപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിതിപ്പോൾ 6 വലിയ സവാളയാണ്. നമ്മളിത് ഒന്ന് വിടർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒപ്പത്തിനൊപ്പം നമ്മൾക്ക് വഴണ്ടി കിട്ടും. അതുകൊണ്ടാണ് ഞാൻ കൈ കൊണ്ടൊന്ന് ഞെരടി വിടർത്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിൽ തുടങ്ങാൻ വരട്ടെ. ഇതിലേക്കൊരു പ്രധാനപ്പെട്ട സാധനം കൂടി ഞാൻ ചേർത്ത് കൊടുക്കാൻ മറന്നു. വേറെ ഒന്നുമല്ല, ഉപ്പ്. സവാള വഴറ്റുമ്പോൾ തന്നെ ഞാൻ ഉപ്പിടാറുണ്ട്. അപ്പം ഇന്ന് മറന്നു. മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കാറുണ്ട് എന്തുകൊണ്ടിട്ടാണ് സ്പൂൺ ഉപയോഗിച്ചിട്ട് ഉപ്പിട്ടൂടെ, കൈ ഉപയോഗിച്ചിട്ട് എന്താണ്. പക്ഷെ എനിക്ക് കൈ ഉപയോഗിച്ചിട്ട് ഉപ്പിട്ടാലേ അത് പാകത്തിന് കിട്ടുള്ളൂ. അതുകൊണ്ടിട്ടാണ് ഞാൻ അങ്ങനെ കൈ ഉപയോഗിച്ചിരുന്നത്. അപ്പം ഇനി നമുക്ക് ഈ സവാള നന്നായിട്ട് വരണ്ടിട്ടാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണ്ടേ. ഇനി മിക്സർ ജാറിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണ് മുളക് പൊടിയും പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും 1 ടേബിൾ സ്പൂണ് പെരിഞ്ചീരകം കൊണ്ട് ഇട്ട് കൊടുത്തത്. മുഴുവൻ പെരിഞ്ചീരകമാണ്, ഞാൻ പൊടിച്ചിട്ടൊന്നുമില്ല. സാധാരണ ഞാൻ പൊടിയാണ് ഇടാറ്. പക്ഷേ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ പൊടിക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇതിലേക്ക് തന്നെ ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്നിച്ചങ്ങോട്ട് പൊടിച്ചെടുക്കാവുന്നതാണ്. പൊടിച്ചല്ല കേട്ടോ, അരച്ചാണ് ഞാൻ എടുക്കാൻ പോണത്. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത്. അപ്പോഴേ ഞാനിത് അരച്ചെടുത്തിട്ട് ഇപ്പോൾ ഒരാട്ടെ പൊയ്ക്കളയല്ല കേട്ടാരും. കുറച്ച് സമയത്തിന് ശേഷം ഞാൻ നോക്കുമ്പോഴേ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴൻ്റെയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലാണ് നമുക്കിപ്പോൾ സവാള കിട്ടേണ്ടത്. ഈ ഒരു മസാല ഇടാൻ നോക്കിയിട്ടേ മിക്സർ ജാറ് നിങ്ങളുടെ കിട്ടണില്ല കേട്ടോ. കൈ കൊണ്ട് തന്നെ വാരിയിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതേപോലെ തന്നെ ഇതിലേക്ക് ചിക്കൻ മസാലയാണ് 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തേക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. മിക്ക ആൾക്കാരും എന്നോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഏത് മസാലപ്പൊടി, കിച്ചൺ ട്രഷേഴ്സിൻ്റെ മസാല ഉണ്ട് ഉപയോഗിക്കുന്നത്. അത് നല്ല മസാല. ഈ സ്റ്റെണ്ണൊക്കെ ഭയങ്കര കുത്താണ്, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കാറില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു മസാല നന്നായിട്ട് മൂത്ത് ആ പച്ചമണമൊക്കെ മാറി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഇളക്കി ഒന്ന് കൂട്ടിയെടുക്കണം കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടില്ലേ മൂടി വെച്ച് കൊടുക്കണം. അങ്ങനെയാണെങ്കിലേ നമ്മുടെ മസാലയുടെ കുത്തൊക്കെ മാറി എണ്ണയൊക്കെ തെളിഞ്ഞ് കിട്ടും. അപ്പം ഞാനൊന്ന് മൂടി വെച്ച് കൊടുക്കട്ടെ കേട്ടോ. അങ്ങനെ മൂടിയൊക്കെ വെച്ച് കൊടുത്ത് കുറച്ച് സമയത്തിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ ഇതാ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് മസാലയൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് ഇത്രയും ഗ്രേവി ഒന്നും പറ്റൂലല്ലോ, കുറച്ചും കൂടി ഗ്രേവി വേണ്ടേ. ഇപ്പം തന്നെ നല്ല കുറുക്ക് പോലെ ഇരിക്കണതാണ് ഗ്രേവിയുടെ. അപ്പം ഞാൻ ഓർത്തേ എന്തായാലും ഇന്ന് മഴയും കാറ്റും ഒക്കെ ആയതുകൊണ്ടിട്ട് കച്ചവടം ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ പാല് കാച്ചി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ചായക്ക് വേണ്ടിയിട്ട്. കുറേ പാൽ അങ്ങോട്ട് ബാക്കി വന്നു. ഞാൻ കുറച്ച് ഉറയും ഒഴിച്ച് വെച്ച് ബാക്കിയുള്ള ഞാൻ ഓർത്തേ എന്നാൽ പിന്നെ ഈ ഒരു മുട്ടക്കറിയിൽ ഒഴിക്കഴിഞ്ഞ് തേങ്ങയൊക്കെ ചിരകിയത് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ എന്നോർത്ത് ആ ഒരു പാൽ കൊണ്ട് ഈ മുട്ടക്കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത്. ഒന്നോർത്താൽ മിൽമയുടെ പാക്കറ്റ് പാൽ ഒഴിക്കണേന്ന് നല്ലത്. വേറെ ഒന്നല്ല കേട്ടോ, കറിക്ക് നല്ല കുറുകലും ഉണ്ടാവും, അതേപോലെ ടേസ്റ്റും ഉണ്ടാവും. പിന്നെയാണെങ്കിൽ തേങ്ങക്കും വെളിച്ചെണ്ണക്കൊക്കെ എന്താ വില, അടുക്കാൻ പറ്റാത്ത വിലയാണ്. അതുകൊണ്ട് തന്നെയല്ലേ ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ പാക്കറ്റ് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് ഉണ്ടാക്കണേ കേട്ടോ നല്ലത്. ഇപ്പോഴേ നമ്മുടെ കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടിട്ടുണ്ട്. അപ്പം ഞാൻ നേരത്തെ തന്നെ മുട്ടയൊക്കെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കറിയിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം നമ്മളിവിടെ കടയിൽ മുട്ടക്കറി ഉണ്ടാക്കണ സമയത്ത് ഞങ്ങൾ മുട്ട പുഴുങ്ങി മാറ്റി വെക്കും. ഗ്രേവി ഇതേപോലെ ഉണ്ടാക്കി വെക്കും. ആവശ്യമുള്ള ആൾക്കാർക്ക് മുട്ട എടുത്തിട്ട് ഗ്രേവി ഒഴിച്ച് കൊടുക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചെയ്യണത്. ഇവിടുത്തെ മുട്ടക്കറിയില്ലേ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് തന്നെ മിക്ക ആൾക്കാരും മുട്ടക്കറി കഴിക്കാനായിട്ട് വരാറുണ്ട്. പാഴ്സലിനായാലും മുട്ടക്കറിയാണ് കൂടുതൽ പോണത്. നല്ല ടേസ്റ്റുമാണ് മുട്ടക്കറിക്ക്. ഒരു കടയിലും കിട്ടാറില്ല കേട്ടോ ഇതേപോലത്തെ മുട്ടക്കറി. കാരണം എന്ന് വെച്ചാൽ മിക്ക കടയിലും നമ്മുടെ ആ ഒരു ചുമന്ന കളറ് മുട്ട റോസ്റ്റില്ലേ അതൊക്കെ ആയിരിക്കും ഉണ്ടാകണത്. പിന്നെ ബ്രൗൺ കളറൊക്കെ
പക്ഷേ ഈ ഒരു മുട്ടക്കറി ഞങ്ങളുടെ കടയിൽ മാത്രമുള്ളതെന്നാണ് എൻ്റെ അറിവട്ടെ. കാരണം മിക്ക ആൾക്കാരും വരുമ്പോൾ പറയാറുണ്ട്, ചേച്ചി ഈ ഒരു മുട്ടക്കറി നിങ്ങളുടെ കടയിൽ മാത്രമുള്ളതെന്നാണ് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളെ വേറെ എവിടെയും ഇങ്ങനത്തെ മുട്ടക്കറി കഴിച്ചിട്ടില്ല എന്നാണ് പറയണത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടക്കറിയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കാനും മറക്കരുത്. അതേപോലെ ചാനൽ സപ്പോർട്ട് ചെയ്ത് കാണാനും സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നെക്സ്റ്റ് വീഡിയോ ഇട്ട് കാണാം. താങ്ക് യു.